ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്റർനെറ്റിൽ കാണുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് ഈ ആദ്യം വരുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, അത് 90% ഫേക്ക് ആയിരിക്കും. ഇതിന്റെ കിട്ടിലൊരു എക്സാമ്പിൾ കുറച്ച് ദിവസം മുന്നേ സംഭവിച്ചു. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോട്ട്ലൻഡിലെ ഡണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ ഒരു വീഡിയോ ആണ്. അവിടെ നമ്മൾ കാണുന്നത് 12ഉം 14ഉം വയസ്സുള്ള കുറച്ച് പെൺകുട്ടികൾ ഒരു ഹാമർ, അവരുടെ ഒരു ആയുധം പോലത്തെ കത്തി പോലത്തെ ഒരു സാധനമൊക്കെ കാണിച്ചിട്ട്, എൻ്റെ അടുത്ത് വരരുത്, ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കും, ലീവ് അസ് അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ എടുക്കുന്ന ആളുടെ ആക്സെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫോറിൻ ആക്സെൻ്റ് ആണ്. ഒരു മൈഗ്രൻ്റ്, പുറത്തുനിന്ന് ആരോ വന്നിട്ടുള്ള, സ്കോട്ട്ലാൻഡിൽ വന്ന് താമസിക്കുന്ന അങ്ങനത്തെ ഒരാളുടെ ഒരു ആക്സെൻ്റ് ആണ്. ഇത് 23-ാം തീയതിയാണ് സംഭവം. ഒരു ദിവസം കഴിഞ്ഞ് ഈ വീഡിയോ ഇന്റർനെറ്റിൽ വരികയാണ്. തോട്ടങ്ങി അങ്ങോട്ട് പുകില്. ടോമി റോബിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫാർ റൈറ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റ് ആൾക്കാരുണ്ട്. അവരുടെ ഒരു മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുനിന്നുള്ള തെണ്ടുകളൊന്നും വരണ്ട, ഈ UK-ലേക്കും യൂറോപ്പിലേക്കൊന്നും വരണ്ട, അവിടെ വെള്ളക്കാർ മാത്രം മതി, നമ്മുടെ പ്രൈഡ് നമ്മൾ നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരാണ്. ആൻറ്റി ഇമിഗ്രേഷൻ ആൾക്കാരാണ്, പ്രത്യേകിച്ച് ആൻറ്റി മുസ്ലിമും കൂടിയാണ്. ഇവർക്ക് മുസ്ലിംസിൻ്റെ അടുത്താണ് മെയിൻ ദേഷ്യം. അങ്ങനെ ദേഷ്യം വരാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന സൗത്ത് ഏഷ്യൻ, പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻകാരായിട്ടുള്ള കുറേ മുസ്ലിംസ് ഇങ്ങനെ കുറേ ഗ്യാങ്ങുകളായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാരണം കൂടിയാണ്. അത് ശരിക്കുള്ള സംഭവം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഈ ആദ്യം കാണിച്ച വീഡിയോ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ആൾക്കാർ അടിച്ച് ഇറക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടികളെ പട്ടാപ്പകൽ പീഡിപ്പിക്കാൻ വന്നു, ഒരു ഈ മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒരാൾ വേറെ ഏതോ രാജ്യത്തു നിന്ന് വന്ന് നമ്മുടെ കുട്ടികളെ പീഡിപ്പിക്കുന്നു. UK-ലും യൂറോപ്പിലുള്ള ആണുങ്ങളൊക്കെ എവിടെ? ആണുങ്ങൾക്ക് നട്ടലില്ലേ ഇവരെ സംരക്ഷിക്കാൻ? അവസാനം ആ കുട്ടിയുടെ ചേച്ചി വേണ്ടി വന്നു, കത്തി കാണിച്ച് ഈ മൈഗ്രൻസിനെ റേപ്പ് ചെയ്യാൻ വന്ന മൈഗ്രൻസിനെ ഓടിക്കുകയാണ് എന്ന് വരെ പറഞ്ഞു. ഇത് ചുമ്മാ അവിടെയും ഇവിടെയും രണ്ടുപേര് പറഞ്ഞതല്ല. ടോമി റോബിൻസൺ പോസ്റ്റ് ഇട്ടു, ഇലോൺ മസ്ക് പോസ്റ്റ് ഇട്ടു. ഇലോൺ മസ്ക് അവസാനം ഏറ്റെടുത്തു. മസ്കിനെ ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അണ്ണൻ്റെ കണ്ണിനി UK-ലേക്കാണ്. ഇനി അവിടുത്തെ പൊളിറ്റിക്സിൽ പോയി എന്തെങ്കിലുമൊക്കെ അണ്ണന് ചെയ്യണം. ആ ഒരു ഇതിലാണ് അണ്ണ ഇരിക്കുന്നത്. അങ്ങനെ സംഭവത്തിൻ്റെ 4 ദിവസം കഴിഞ്ഞ് 27-ാം തീയതി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അതിൽ പറയുന്നു, ഇത് കുറച്ച് വയലൻ്റ്, കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ 2 ബൾഗേരിയെന്ന് വന്ന ആൾക്കാരിനെ എന്തോ പോയി അങ്ങോട്ട് ആക്രമിക്കാൻ പോയൊരു വീഡിയോ ആണിത്. അല്ലാതെ ആരും ഇവരിനെ ആക്രമിക്കാൻ വന്നതല്ല. ഈ വയലൻ്റ് ആയിട്ടുള്ള കുറേ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ, അവരിനെ അറ്റാക്ക് ചെയ്യാൻ പോയതാണ്, അല്ലാണ്ട് ഇങ്ങോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഈ 3-4 ദിവസം എക്സിൽ എല്ലാവരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഹെയ്റ്റിനും ഈ വയലൻസ്, അവരെ കൊല്ലണം ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആര് സമാധാനം പറയും? സോറി, അതിനൊന്നും സമയമില്ല. ഇനി അടുത്ത ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ടാറ്റ.